മാൻ ഫ്രം ലൂസിയാന. ഈ കഥയുടെ രചയിതാവ് ശ്രീ അലക്സ് ജോൺ. ശബ്ദം നൽകിയിരിക്കുന്നത് ശ്രീ ജിം ജോൺ. ഭാഗം 1. അധ്യായം 1. ന്യൂ ഓർലാൻഡ്സ്, ലൂസിയാന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, 2018 ജനുവരി 26. അമേരിക്കൻ സംസ്ഥാനമായ ലൂസിയാനയുടെ തെക്കുകിഴക്കൻ പ്രവേശിയിലുള്ള ഒരു പട്ടണമാണ് ന്യൂ ഓർലാൻഡ്സ്. പ്രസിദ്ധമായ മിസിസിപ്പി നദിയുടെ ഇരുകരകളിലുമായി പരന്നുകിടക്കുന്ന ഒരു മനോഹര നഗരം. മറ്റ് അമേരിക്കൻ സിറ്റികൾ പോലെയല്ല, ന്യൂ ഓർലാൻഡ്സിന് തനതായ ഒരു സംസ്കാരമുണ്ട്. സംഗീതം, പാചകം പോലെയുള്ള മേഖലകളിൽ സ്വന്തമായ നിലപാടുകളുണ്ടവർക്ക്. മാർട്ടിഗ്രാ പോലുള്ള സാംസ്കാരിക പരിപാടികൾ ലോക പ്രശസ്തമാണ്. സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 120 മൈൽ ഉള്ളിലേക്ക് കയറിയാണ് ഡ്രഗ്സ് അവന്യൂ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ റെസിഡൻഷ്യൽ ഏരിയ. പേര് കേട്ടാൽ ഒരു വൻ പാർപ്പിട സമുച്ചയം പോലെ തോന്നുമെങ്കിലും അവിടെ ആകെ ജനവാസമുള്ളത് 10-12 വീടുകളിൽ മാത്രം. ആകെ അവിടെയുള്ള ഒരു പൊതുസ്ഥാപനം എന്ന് പറയാനുള്ളത് ഒരു പെട്രോൾ പമ്പാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഗ്യാരേജും ചെറിയൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ടായിരുന്നു. സ്ഥലത്തിനുള്ള വിലക്കുറവ് കൊണ്ട് മാത്രമാണ് അവിടെയുള്ളവർ ആ ടൗൺ വിട്ടുപോകാത്തത്. കാരണം ടൗണിൻ്റെ ഒത്ത നടുക്ക് തന്നെ വലിയൊരു ശ്മശാനമുണ്ട്. 2 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു പടുകൂറ്റൻ സെമിത്തേരി. ആ നാട്ടുകാർ പറയുന്നത് ഗവൺമെന്റിന് അവിടെയുള്ള മനുഷ്യരെക്കാളും താല്പര്യം ആ പുരാതന ശവക്കല്ലറകളോടാണെന്നാണ്. കാരണമുണ്ട്. ന്യൂ ഓർലാൻഡ്സ് സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഒരിക്കലും വിട്ടുപോകാതെ കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ആ ശ്മശാനം. വൂഡു സിമിത്തേരി എന്നറിയപ്പെടുന്ന ആ കല്ലറകൾ വളരെ വിചിത്രമാണ്. മിക്കതും ഭൂമിക്ക് മുകളിലാണ്. നമുക്ക് കല്ലറകളിൽക്കുള്ളിൽ കയറി നടക്കാനാകും. വാതിലുകളും ജനലുകളും ഒക്കെയുള്ള കുഴിമാടങ്ങൾ. അവിടെ ഇപ്പോഴും ആത്മാക്കൾ വിഹരിക്കുന്നുണ്ടത്രേ. 6 മണി കഴിഞ്ഞാൽ ആരും തന്നെ ആ വഴി നടക്കാറില്ല. ടൗണിന് ശാപമാണ് ആ കല്ലറകൾ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു പുരാതന സംസ്കാരത്തിന്റെ ഭാഗമായി ഇപ്പോഴും പരിരക്ഷിക്കപ്പെടുന്നു. പൊതുവെ ആ നാട്ടുകാർ സന്തുഷ്ടരല്ല. എല്ലാവരുടെയും മുഖം മ്ലാനമായിരുന്നു എപ്പോഴും. കാരണം ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കണം. ഒരു ജോലിക്കായി മൈലുകളോളം സഞ്ചരിക്കണം. ഉന്നത വിദ്യാഭ്യാസം വേണമെങ്കിൽ ടൗൺ തന്നെ ഉപേക്ഷിക്കണം. പെട്ടെന്ന് അസുഖമോ മറ്റോ വന്നാൽ ആംബുലൻസിന് കാത്തു നിൽക്കാനാവില്ല. സ്വയം ഡ്രൈവ് ചെയ്ത് അടുത്ത സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വികസിത രാജ്യമായ അമേരിക്കയിൽ ഇങ്ങനെയും ചില സ്ഥലങ്ങളുണ്ടെന്ന് ചെന്നു കണ്ടെങ്കിലേ വിശ്വസിക്കാനാകൂ. സ്ഥലവിവരണം വല്ലാതെ നീണ്ടുപോകുന്നല്ലേ? കഥ തുടങ്ങട്ടെ. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. തണുത്തു വിറങ്ങലിച്ച ഒരു ജനുവരി ദിവസം. തലേന്ന് രാത്രി മുഴുവൻ മഴയായിരുന്നു. റോഡുകൾ വിജനമായി കിടന്നു. ആകെ ഒരു കുതിർന്ന ദിവസം. ഒപ്പം മൂർച്ചയുള്ള ഒരുതരം കാറ്റും. സ്റ്റെല്ല ലെവിൻ, അവളെ ആകട്ടെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. രാവിലെ തന്നെ ഉണർന്ന് വീട്ടുജോലികളെല്ലാം തീർത്ത് സ്റ്റെല്ല കോളേജിലേക്ക് പോകാൻ തയ്യാറായി. യൂണിഫോം ഇട്ട് നിന്നാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒപ്പം അന്ന് ക്ലാസ്സിലേക്ക് വേണ്ടി റെഫർ ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് മേശപ്പുറത്ത് തുറന്നു വെച്ച് വായിക്കുന്നുണ്ടായിരുന്നു. 15 മിനിറ്റാണ് അവൾ തനിക്ക് അനുവദിച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അത് കഴിഞ്ഞതും ബുക്ക് അടച്ചു വെച്ച് വായിച്ചതെല്ലാം ഒരു നിമിഷം മനസ്സിൽ ഉരുവിട്ടു. തുടർന്ന് പാത്രങ്ങൾ കഴുകാനായി സിങ്കിലേക്കിട്ട് തിടുക്കത്തിൽ അവൾ സ്വീകരണ മുറിയിലേക്കെത്തി. അമ്മ മാർഗരറ്റ് ലെവിൻ അവിടെ തൻ്റെ വീൽചെയറിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അമ്മ ഇന്നലെ രാത്രിയും ഉറങ്ങിയില്ല അല്ലേ? സ്റ്റെല്ലയുടെ സ്വരത്തിൽ അല്പം നീരസമുണ്ടായിരുന്നു. എത്ര പറഞ്ഞിട്ടും പ്രയോജനമില്ല. നല്ല മഴയായിരുന്നു മോളെ, അമ്മയുടെ പതിഞ്ഞ സ്വരം. ചിലപ്പോൾ വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് TV-യിൽ കണ്ടിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് സിറ്റിയിലല്ലേ, ഇവിടെ ഒന്നും ഒരിക്കലും വെള്ളം പൊങ്ങൂല്ല. അമ്മ പോയി കിടന്നുറങ്ങാൻ നോക്കിക്കേ. ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കുടിച്ച് ഗുളികയെല്ലാം കഴിച്ച് നല്ല കുട്ടിയെ കിടന്നുറങ്ങ് കേട്ടോ. അവൾ സ്നേഹത്തോടെ അവരുടെ നരച്ച മുടിയിഴകൾ തലോടി. അതിരിക്കട്ടെ, പപ്പ എന്തിയേ? ഒരു ദീർഘനിശ്വാസമായിരുന്നു മറുപടി. സ്റ്റെല്ലയുടെ മുഖം വാടി. ഓഹോ, രാവിലെ തന്നെ ബേസ്മെന്റിലേക്ക് ഇറങ്ങിയോ? എനിക്കൊന്ന് കാണണമായിരുന്നു. അവൾ താഴെ ബേസ്മെന്റിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളിലേക്ക് നോക്കി. അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വാതിൽ പൂട്ടിയിരുന്നു. ഇംഗ്ലീഷിലും സ്പാനിഷ് ഭാഷയിലും ആ വാതിലിൽ അന്യർക്ക് പ്രവേശനമില്ല എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു. അല്പസമയം ആലോചിച്ച് നിന്നതിന് ശേഷം അവൾ നടന്നു ചെന്ന് ആ വാതിലിൽ മുട്ടി. പപ്പ അവിടെയുണ്ടോ? ഉറക്കെ വിളിച്ചു ചോദിച്ച ശേഷം അവൾ കാതോർത്തു. മറുപടിയില്ല. അവൾ പതിയെ കുനിഞ്ഞ് തൻ്റെ ചെവി ആ വാതിലിൽ ചേർത്ത് വെച്ചു. പതിയെ പതിയെ അവളുടെ മുഖത്ത് വെറുപ്പ് വന്നു നിറഞ്ഞു.
അകത്തുനിന്ന് കേട്ട മന്ത്രോച്ചാരണങ്ങളാണ് അവളെ അസ്വസ്ഥയാക്കിയത്. ഓർമ്മ വച്ച കാലം മുതലേ അവളെ അലട്ടുന്ന ഒരു പ്രശ്നമാണത്. അവൾക്കെന്നല്ല, ഈ ലോകത്താർക്കും അറിയില്ല അവളുടെ പപ്പ ആ ബേസ്മെന്റിൽ എന്താണ് ഈ ചെയ്യുന്നതെന്ന്. ഒരിക്കൽ പോലും ആ വാതിൽപ്പടിക്കപ്പുറത്തേക്ക് കടക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിട്ടില്ല. അവളുടെ പപ്പ വാൾട്ടർ ലെവിൻ ഒരു വല്ലാത്ത മനുഷ്യനാണ്. ആരോടും അടുപ്പമില്ലാതെ, ആരുമായും ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഒരു വിചിത്ര മനുഷ്യൻ. കറുത്ത് കരുവാളിച്ചിരിക്കുന്ന ആ മുഖം കണ്ടാൽ തന്നെ പേടിയാകും. ദീർഘകാലത്തെ പട്ടാള ജീവിതം അയാളെ ഒരുതരം മരവിച്ച അവസ്ഥയിലെത്തിച്ചിരുന്നു. നാട്ടുകാർ ആരും അയാളുമായി ഇടപെടാറില്ല. പോരാത്തതിന് അയാളുടെ ബേസ്മെന്റ് ബിസിനസ് എന്താണെന്നറിയാത്തത് എല്ലാവർക്കും ഒരു അസ്വസ്ഥതയുണ്ടാക്കി. ദുർമന്ത്രവാദമാണെന്ന് ചിലർ, മയക്കുമരുന്നുണ്ടാക്കുകയാണെന്ന് മറ്റു ചിലർ. 2 വർഷം മുമ്പൊരിക്കൽ ഒരു സംഘം DEA ഏജന്റുമാർ വീട്ടിലെത്തിയിരുന്നതാണ്. രാത്രികാലങ്ങളിൽ ആ വീട്ടിൽ എന്തൊക്കെയോ വിചിത്ര ഇടപാടുകൾ നടക്കുന്നതായി നാട്ടുകാരിൽ ചിലർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നത്രേ. ബേസ്മെന്റിൽ നിന്നും പുക ഉയരുന്നതാണ് സംശയമുണ്ടാകാൻ കാരണം. ക്രിസ്റ്റൽ മെയ്തേൻഫെഡമൈൻ എന്നൊരുതരം മയക്കുമരുന്നുണ്ടാക്കുന്ന ഒരു ലാബ് അയാൾ നടത്തുന്നുണ്ടെന്നായിരുന്നു പോലീസിന് കിട്ടിയ രഹസ്യവിവരം. എന്നാൽ 2 കാറുകളിലായി ആഘോഷമായി വന്ന DEA സംഘം നിരാശരായി മടങ്ങേണ്ടി വന്നു. ബേസ്മെന്റിൽ തന്റെ ആരാധനാ കേന്ദ്രമാണെന്നും മതപരമായ കാരണങ്ങളാൽ അവിശ്വാസികളായ അന്യരെ പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും കാണിച്ച് അയാൾ മുൻപേ തയ്യാറാക്കിയിരുന്ന കോർട്ട് ഓർഡർ അവർക്ക് മുമ്പിൽ നിവർത്തി. റെയ്ഡ് ചെയ്യാൻ പോയിട്ട് ആ മുറിയിലൊന്ന് കാൽ ചവിട്ടാൻ പോലും ആകാതെ ആ ഉദ്യോഗസ്ഥർ സ്ഥലം വിട്ടു. എന്തായാലും അയാളെക്കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവുമില്ല. ആരുടെയും ഒരു സഹായവും അയാൾ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. കഠിനാധ്വാനിയായിരുന്നു അയാൾ. രാവിലെ 9 മണിയോടുകൂടി വീട് വിട്ടിറങ്ങുന്ന അയാൾ തന്റെ ട്രക്കിൽ അടുത്തുള്ള ടൗണുകളിൽ ഒരു മെയിൻ്റനൻസ് ഹാൻഡിമാനായി ജോലി ചെയ്യും. പ്ലംബിംഗ്, ഇലക്ട്രോണിക്സ്, പിന്നെ അത്യാവശ്യം വാഹന റിപ്പയറൊക്കെയായി അന്നേക്ക് വേണ്ട വരുമാനം അയാൾ സംഘടിപ്പിക്കും. നല്ലൊരു തുക സമ്പാദ്യമായി മാറ്റിവെച്ചിട്ടുമുണ്ട്. വളരെ മിതമായി മാത്രം മദ്യപിക്കുന്ന അയാൾ കൃത്യം 8 മണിക്ക് തന്നെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് 9:15 ഉറങ്ങാനായി പോകും. പട്ടാളച്ചിട്ടയിലാണ് കാര്യങ്ങൾ. അമ്മ മാർഗരറ്റ്, ആൻറ്റി മാഗി. വീൽചെയറിലാണ് സ്റ്റെല്ലയ്ക്ക് ഓർമ്മ വച്ച കാലം മുതൽ. അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന എന്തോ അസുഖമാണെന്നാണ് കേട്ടിരിക്കുന്നത്. എന്നാൽ വർഷങ്ങളായി യാതൊരു ചികിത്സയും അവർക്കില്ല. ഉറങ്ങാനായി ഒരു ഗുളിക മാത്രം. ആരോടും സംസാരമില്ല. സ്റ്റെല്ല മാത്രം എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ മറുപടി പറയും. വിഷാദഭാവമാണ് സദാസമയവും. വാൾട്ടർ അവരെ തീരെ ശ്രദ്ധിക്കാറേയില്ല. അവർ 2 പേരും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് സ്റ്റെല്ലയ്ക്കറിയാം. ഒരുപക്ഷെ പപ്പായുടെ ജീവിതത്തിലെ ദുരൂഹതകളുമായി അതിനെന്തെങ്കിലും ബന്ധം കാണുമെന്നും അവൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ആ വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അവർ 2 പേരും തയ്യാറല്ല. സ്റ്റെല്ലയ്ക്ക് പപ്പായോട് സംസാരിക്കാനേ ഭയമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വാഗ്വാദത്തിലേ അവസാനിക്കൂ. അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാറുമില്ല. അന്ന് വാതിലിൽ ചെവിയോർത്ത് നിന്ന സ്റ്റെല്ല പെട്ടെന്ന് നിവർന്നു നിന്നു. അകത്തുനിന്നും മന്ത്രോച്ചാരണങ്ങൾ നിലച്ചിരിക്കുന്നു. പപ്പാ, അവൾ വീണ്ടും വിളിച്ചു. വരുന്നു. അകത്തുനിന്നും അയാളുടെ പരുക്കൻ സ്വരം കേട്ടു. തുടർന്ന് എന്തൊക്കെയോ സാധന സാമഗ്രികൾ അടുക്കിപ്പെറുക്കി വെക്കുന്ന ശബ്ദം. സ്റ്റെല്ല ആകെ വിഷണ്ണയായി അവിടെ തന്നെ നിന്നു. 2 മിനിറ്റ്